എല്ലാ ദിവസവും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവസരം തരുന്ന നല്ല ദൈവത്തെ ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിൽ അതിശക്തമായി വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വ്യക്തമായി അനുഭവിക്കാൻ കഴിയത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ തുറക്കാൻ പോവുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തിപരമായി സ്പർശിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് ഒരേ ഭാവമുള്ളവരായി, ഒരേ മനസ്സുള്ളവരായി, ഒരേ ദർശനമുള്ളവരാക്കി മാറ്റാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗം പണിതെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നിസ്വാർത്ഥമായ സ്വാഗതം. ഈ കൂട്ടായ്മയ്ക്കകത്ത് വെളിപ്പെടുന്ന ദൈവശക്തിയുടെ ആഴങ്ങളെ നമുക്ക് ഒരുമിച്ച് അനുഭവിച്ചറിയാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ അവർണ്ണനീയമായ പ്രത്യേകതകളെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ ദൈവം ഉള്ളത്തിലൊരു പ്രേരണ നൽകി. ഇന്ന് അതിനുവേണ്ടി ഈ സന്ദേശം ഞാൻ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത കാണാൻ മനസ്സുള്ളവനെ ദൈവം പ്രത്യേകതകളുള്ളവനാക്കി മാറ്റും. ആമേൻ. ദൈവവചനത്തിൽ പ്രത്യേകതയുണ്ടോ എന്നന്വേഷിക്കുന്നവനെ ദൈവം പ്രത്യേകതകളുള്ളവനാക്കി മാറ്റും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയുന്നവനെ അവൻ്റെ മേലുള്ള പ്രത്യേകതകളെ ദൈവം തിരിച്ചറിയിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്. ഹല്ലേലൂയ. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതിലൊരു വ്യക്തിയാണ് ഞാൻ, ഒരു വ്യക്തിയാണ് താങ്കൾ. ദൈവത്തിൻ്റെ പ്രത്യേകതകളുള്ള വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഒത്തിരി നിയമങ്ങളുണ്ട്. പല രാജ്യങ്ങൾക്ക് പല നിയമങ്ങളാണ്. ചിലതിന് സമാനതകളുണ്ട്, ചിലതിന് വ്യത്യാസങ്ങളുണ്ട്. ചില നിയമങ്ങൾ എന്താ പറയുക, വല്ലാത്ത സമ്മർദ്ദങ്ങളുള്ള നിയമങ്ങളാണ്. ചില രാജ്യങ്ങളിലെ നിയമങ്ങൾ കുറച്ചും കൂടെ ലഘുവാണ്. അങ്ങനെ നിയമങ്ങൾക്ക് പല പ്രത്യേകതകൾ രാജ്യത്തിൻ്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് നിലനിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ആ നിയമങ്ങളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും വളരെ വ്യത്യാസം പുലർത്തി വേറിട്ട് നിൽക്കുന്നു. ചില നിയമങ്ങൾ, ചില രാജ്യങ്ങളുടെ നിയമങ്ങൾ ഒരു വ്യക്തിയെ ജീവിക്കാൻ പറയുമ്പോഴും മറ്റൊരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ചാകാൻ പോകുന്നവനെ കൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദൈവവചനത്തിനകത്തുനിന്ന് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകതകൾ ഉണ്ടാകത്തക്ക നിലകളിൽ ഈ സന്ദേശം ക്രിയ ചെയ്തിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉളവായി വരത്തക്ക രീതിയിൽ ഈ സന്ദേശം ക്രിയ ചെയ്തിരിക്കും. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാനിക്കും, ആദരിക്കും, വ്യത്യാസങ്ങളും പ്രത്യേകതകളും കൊണ്ടുവരും. എന്താണ് ദൈവത്തിൻ്റെ വചനം പ്രത്യേകതയുള്ളതാണെന്ന് പറയാൻ കാരണം? അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ് അതിന് പ്രത്യേകതകൾ ഉള്ളത്. ദൈവത്തിൻ്റെ വചനങ്ങളായതുകൊണ്ടാണ് അതിന് പ്രത്യേകതകളുള്ളത്.
സങ്കീർത്തനങ്ങളുടെ പുസ്തകം 12-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യം നമുക്ക് കാണാം. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ ആകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. വെള്ളി പോലെ തന്നെ. ചിലയിടത്ത് വചനം സ്വർണത്തോട് ഉപമിക്കുന്നു, ചിലയിടത്ത് വചനം വെള്ളിയോട് ഉപമിക്കുന്നു. നിലത്ത് 7 പ്രാവശ്യം ഉലയിൽ ഉരുക്കി ശുദ്ധി വരുത്തിയ വെള്ളി പോലെ തന്നെ എന്ന് പറയുമ്പോൾ വചനത്തെക്കുറിച്ച് സങ്കീർത്തകൻ ഇങ്ങനെയാണ് പറയുന്നത്. ദാവീദ് ഇങ്ങനെയാണ് ഈ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നത്, അത് നിർമ്മല വചനങ്ങളാണ്. ഈ നിർമ്മലം എന്ന് പറയുമ്പോൾ പ്യുവറായത്, അശുദ്ധി തീരെയില്ലാത്തത്. ഈ നിർമ്മല ജലത്തിൻ്റെയും നിർമ്മല വചനത്തിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിർമ്മലമായതുകൊണ്ട് തന്നെ ഇത് അശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് തളിച്ചാൽ ആ സ്ഥലം ഈ നിർമ്മല ജലത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, അധികാരം കൊണ്ട്, ശക്തി കൊണ്ട്, യോഗ്യത കൊണ്ട് അശുദ്ധമായ ഇടം കൂടെ ശുദ്ധമാക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. നിർമ്മല ജലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമായത്. The words of the Lord are pure words, like silver refined in a furnace on the ground, purified 7 times. ദൈവത്തിന്റെ നിർമ്മലമാകുന്ന വചനത്തിന്റെ പ്രത്യേകത, ഒരു നിർമ്മല ജലം തളിച്ചാൽ അശുദ്ധമായ സ്ഥലം അല്ലെങ്കിൽ കുറവുകളുള്ള സ്ഥലം യോഗ്യതയുള്ള ഒരു സ്ഥലമാകുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, നിർമ്മല ജലം കൊണ്ടുവന്ന ബ്ലെസ്സഡ് വാട്ടർ ഒരിടത്ത് നമ്മൾ തളിച്ചാൽ ആ സ്ഥലം ശുദ്ധീകരിക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ, നിർമ്മലമാകുന്ന ജലം ഒരു വ്യക്തിക്ക് കൊടുത്താൽ അവൻ വിടുവിക്കപ്പെടും, അവൻ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു എങ്കിൽ, ഒരു ബ്ലെസ്സഡ് വാട്ടർ ഒരു രോഗിക്ക് കൊടുത്താൽ സൗഖ്യമാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ, മോനെ നിന്റെ വിശ്വാസം കൊണ്ട് ദൈവം അത്രയും വലിയ പ്രവൃത്തികൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം കാരണമാകുന്ന ദൈവത്തിന്റെ നിർമ്മല വചനം, ഇതിനെല്ലാം കാരണമായ ദൈവത്തിന്റെ വചനം, ഈ വെള്ളം വന്നതുകൊണ്ടാണ് ആ വെള്ളത്തെ ബ്ലസ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നത്. ഈ വെള്ളം ഈ ഭൂമിയിൽ ഉറവ പൊട്ടി വന്നതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും രോഗിക്ക് വേണ്ടി അത് കോരിയെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഈ വെള്ളത്തിന്റെ ഉറവയുണ്ടായതും, ഈ ഉറവയിലൂടെ വെള്ളമുണ്ടായതും, ഈ വെള്ളം നമുക്ക് എടുക്കാൻ പറ്റിയതും, ഈ വെള്ളത്തെ നമുക്ക് തൊടാൻ പറ്റിയതും, ഈ വെള്ളം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതും, ഇത് കോരാൻ പറ്റിയതും കുടിക്കാൻ പറ്റിയതും എല്ലാം അതിന് കാരണമായ ഒരു വചനം ഒരുവനിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ, ഈ നിർമ്മല വചനം ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിലേക്കോ വീട്ടിലേക്കോ മനസ്സിലേക്കോ ചിന്തയിലേക്കോ ഭാവിയിലേക്കോ ഒന്ന് പ്രവേശിക്കാൻ അനുവദിക്കുന്നു എങ്കിൽ, ഭൂമിയിൽ ഒരു ഉറവ പൊട്ടിയ അത്ഭുതം പോലെ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉറവ പൊട്ടിയതിന്റെ കാരണം ഒരു വചനമാണെങ്കിൽ, ഉറവയ്ക്കകത്തുകൂടെ വെള്ളം പുറത്തേക്ക് തള്ളിയത് ഒരു അത്ഭുതമാണ്, അതിന്റെ കാരണം ഒരു വചനമാണെങ്കിൽ, നിന്റെ ജീവിതത്തെ മാറിമറിയുവാൻ, പ്രത്യേകതകൾ ഉള്ളതാകുവാൻ ദൈവത്തിന്റെ വചനം പര്യാപ്തമാണ്. ഈ വചനം ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി ചലിക്കുന്നു. In the mighty name of Jesus. Hallelujah. Praise to Jesus. Amen. പ്രത്യേകതകളുള്ള ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകതകളുള്ള ദൈവത്തിന്റെ വചനം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രത്യേകതയുള്ളൊരു വ്യക്തിയായി മാറിയത്? നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടതുകൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് പ്രത്യേകതകളുള്ളത്? ആ പ്രത്യേകതയുള്ള ഒരു വചനം നിങ്ങൾ കേട്ടതുകൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസവും പ്രത്യേകതകളും ഉള്ളത്? ആ വ്യത്യാസം വരുത്തുന്ന വചനം നിങ്ങൾ കേട്ടതുകൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന ഭാഷകൾക്ക് വ്യത്യാസം വന്നത്?
പ്രത്യേകതകൾ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വചനം താങ്കൾ സ്വീകരിച്ചതുകൊണ്ടും ആ വചനത്തിന് താങ്കളുടെ ഹൃദയത്തിലേക്ക് കയറാൻ ഇഷ്ടമുള്ളത് കൊണ്ടുമല്ലേ? എന്നതുപോലെ പ്രത്യേകതകളുള്ള ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ ആ പ്രത്യേക പരിഗണന കൊടുക്കുന്നുവെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയട്ടെ. ആ വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട്. പ്രത്യേകതകളുള്ള ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നുവെങ്കിൽ, പ്രത്യേകതകളുള്ള ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു പ്രത്യേകതയുള്ള വ്യക്തിയായി മാറിയതുപോലെ, നിങ്ങളുടെ വിശ്വാസത്തിന് പ്രത്യേകത വന്നതുപോലെ, നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് പ്രത്യേകതകൾ ഉള്ളതുപോലെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയുടെ ഭാഷകൾക്കും വ്യത്യാസങ്ങൾ വന്നതുപോലെ, താങ്കളുടെ ജീവിതത്തിൽ പുതിയ പ്രത്യേകതകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരാൻ പോകുകയാണ്. ഈ വചനത്തിൻ്റെ ശക്തിയാൽ സ്വർഗം അങ്ങനെ ചിലത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രത്യേകതകളുള്ള ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ കർത്താവിനെ ആഴത്തിൽ സ്തുതിക്കുന്നു. പ്രൈസ് ടു ജീസസ്. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. വെള്ളി പോലെ തന്നെ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ദാവീദ് പറയാണ്, അത് നിലനിൽക്കുന്ന വചനമാണ്. മക്കളെ, നിലനിൽക്കുന്ന വചനമായതുകൊണ്ട് തന്നെ നിലനിൽപ്പില്ലാത്തവൻ ഈ വചനത്തിന്റെ ഏടുകളിൽ കയറി പിടിച്ചാൽ അവനെ സ്വർഗം ഉറപ്പിക്കും. നിന്റെ ജോലി നിലനിൽപ്പില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണോ? നിങ്ങളുടെ ആത്മീയ ജീവിതം ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണോ? നിങ്ങളുടെ കുടുംബ ജീവിതം താളം തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണോ? നിങ്ങളുടെ പ്രാർത്ഥന ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലാണോ? നിങ്ങളുടെ ഭവനം നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലാണോ? നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക അവസ്ഥ ഒരു നിലനിൽപ്പില്ലാതെ ഇപ്പൊ പറഞ്ഞു പോകും എന്നുള്ളൊരവസ്ഥയിലാണോ? പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു നിലനിൽക്കുന്ന വചനമാണ്. ഈ നിലനിൽക്കുന്ന വചനത്തെ നീ കയറി പിടിച്ചോ, നിന്റെ ജീവിതത്തിൽ ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്ന, നിന്നെ നിർത്തത്തില്ല, നിലനിർത്തത്തില്ലെന്ന് പറയുന്ന സകല വാദങ്ങളും വചനത്തിന്റെ തീയിൽ അത് കത്തിപ്പോകും. കാരണം അത് ഉരുക്കിക്കളയുന്ന സ്വഭാവമുള്ള വചനമാണ്. നിലത്ത് 7 പ്രാവശ്യം ഉരുക്കി 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 ശുദ്ധി വരുത്തിയതുപോലെ ചൂടെന്തെന്നും ഉരുകൽ എന്തെന്നും ഉരുകുന്ന അവസ്ഥ എന്തെന്നും വ്യക്തമായി അറിഞ്ഞ ദൈവത്തിന്റെ വചനം, ആ വചനം എഴുതിയ ആത്മാവ്, വചനത്തെ ഭൂമിയിലേക്ക് തന്ന ആത്മാവ് നിന്റെ മനമുരുകുന്നതും നിന്റെ ഹൃദയം ഉരുകുന്നതും നിന്റെ കണ്ണിലൂടെ ഒഴുകുന്നതും കാണുന്നു. അവൻ നിന്റെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു വചനത്തെ അയച്ച് നിന്നെ ഉറപ്പിക്കാൻ, Almighty Father, in the name of Jesus, ഈ വചനം ആരുടെയൊക്കെയോ ജീവിതത്തെ പണിയുകയാണ്. In the mighty name of Jesus. കുഞ്ഞെ, നീ നിൽക്കുന്ന നിലത്ത് നിന്നെ ഉരുക്കിക്കളയുമെന്ന് ചിലർ പറയുമ്പോൾ, നീ നിൽക്കുന്ന ദേശത്ത് വെച്ച് നിന്നെ തകർത്ത് കളയുമെന്ന് ചിലർ വെല്ലുവിളിക്കുമ്പോൾ, നീ നിൽക്കുന്നിടത്തുനിന്ന് നിന്നെ പറപ്പിക്കുമെന്ന് ചിലർ പറയുമ്പോൾ, ആത്മാവ് പറയുന്നു നിലത്ത് 7 പ്രാവശ്യം, നിലത്ത് 7 പ്രാവശ്യം ഉരുക്കി. Oh, in the name of Jesus. നിലം എന്തെന്നറിയാവുന്ന ദൈവത്തിന്റെ വചനം, ഉരുകൽ എന്താണെന്നറിയാവുന്ന ദൈവത്തിന്റെ വചനം, ഫർണേസ് എന്താണെന്നറിയാവുന്ന ദൈവത്തിന്റെ വചനം, തീ എന്താണെന്നറിയാവുന്ന ദൈവത്തിന്റെ വചനം. സുഹൃത്തെ, നിന്റെ തീയുടെ അനുഭവങ്ങളും നിന്റെ നിലത്തിന്റെ പ്രത്യേകതകളും നീ നിൽക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതകളും നിന്റെ ഉരുകലിന്റെ ആഴങ്ങളും എല്ലാം, അതിന്റെ ചൂടും അതിന്റെ ചൂളയും അതിന്റെ അവസ്ഥയും വ്യക്തമായി അറിയുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ആത്മനിയോഗത്തോടെ പറയുന്നു, അവിടെ നിന്നും ജീവനോടെ നിർമ്മലമായി പുറത്തു വന്ന ദൈവത്തിന്റെ വചനം പോലെ ഇന്ന് നിന്നെ നിർത്തത്തില്ലെന്ന്, നിന്റെ നിലത്ത് നിർത്തത്തില്ലെന്ന്, ഭവനത്തിൽ നിർത്തത്തില്ലെന്ന്, മിനിസ്ട്രിയിൽ നിർത്തത്തില്ലെന്ന്, ആത്മീയതയിൽ നിർത്തത്തില്ലെന്ന് പറയുന്ന സാധനങ്ങളെ ഉരുക്കി പുറത്തു തള്ളി നിന്നെ ദൈവം വെള്ളി പോലെയും പൊന്നുപോലെയും പുറത്തു കൊണ്ടുവരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഈ വചനം അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ചിലർ പറയാം നിന്നെ ആ നിലത്ത് നിർത്തത്തില്ലെന്ന്, ചിലർ പറയാ ആ സഭയെ നിന്നെ നിർത്തത്തില്ല എന്ന്, ചിലർ പറയാ ഈ ഭവനത്തിൽ അല്ലെ ഈ നിലത്തിൽ
നീ ഒന്നും പണിയത്തില്ലെന്ന്. ചിലർ പറയാ ഈ നിലത്തിൽ നിന്ന് നീ കൊയ്യത്തില്ലെന്ന്. കർത്താവ് പറയാ ഈ നിലത്ത് തീ കത്തിച്ച് ആ തീയിൽ ഊതിക്കഴിച്ച് ശുദ്ധി വരുത്തി പൊന്നുപോലെ ജീവനോടെ പുറത്തു വന്ന ദൈവത്തിന്റെ വചനം ഇന്നും ജീവിക്കുന്ന പോലെ നിന്നെ ആ നിലത്ത് തന്നെ ദൈവം പാർപ്പിക്കും. നിന്നെ ആ നിലത്ത് ദൈവം ഫലം കായ്പിക്കും. നിന്നെ ആ നിലത്തിൽ വിലയുള്ള വ്യക്തിയായി മാറ്റും. നീ ആ നിലത്ത് വിതച്ചാ കൊയ്യും. നീ ആ നിലത്ത് നിന്നാ പണിയപ്പെടും. നിലമല്ല നിന്നെ നിർത്തുന്നേ, നിലയ്ക്ക് നിർത്തുന്ന ദൈവമാ നിന്നെ നിർത്തുന്നേ. ആമേൻ. ദേശമല്ല നീ നിക്കണോ നിക്കണ്ടായോ എന്ന് തീരുമാനിക്കുന്നേ. ദേശത്തെ ഭരിക്കുന്ന ദേശാധിപതി അല്ല നീ നിക്കണോ നിക്കണ്ടായോ എന്ന് തീരുമാനിക്കുന്നേ. അതിന്റെ മുകളിൽ ഒരു നിയമം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അറിയുന്നു. നിലമാണോ തീരുമാനിക്കുന്നേ ഒരു ആത്മീയ നിക്കണോ വേണ്ടേ എന്നുള്ളത്? ദേശമാണോ ദേശനിവാസികളാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്നു നിന്നെ കണ്ട ദൈവമാ തീരുമാനിക്കുന്നത്. Holy Ghost in the name of Jesus. Amen. ആ നിർമ്മല വചനം ഇന്നും ജീവിക്കുന്ന പോലെ, ആ നിർമ്മല വചനത്തിന് ഇന്നും പ്രത്യേകതകൾ ഉള്ളതുപോലെ, ആ നിർമ്മല വചനം വിശ്വസിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, ഈ വചനത്തിന് വേണ്ടി നീയും ചില നിലങ്ങളിൽ ഇതുപോലെ ഉരുകിയെങ്കിൽ, ഈ വചനം കൊണ്ട് നീയും ചില നിലങ്ങളിൽ ഇതുപോലെ തീക്കകത്തുകൂടെ നീ കടന്നു പോകേണ്ടി വന്നെങ്കിൽ, ഈ വചനത്തെ അറിഞ്ഞതിന് ശേഷം ഈ വചനത്തിന് വേണ്ടി നീയും ചില ഇടങ്ങളിൽ ഇതുപോലെ ഉരുകി തീരാറായി പോയിട്ടുണ്ടെങ്കിൽ, നീ ഉരുകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ ചിലർ വല്ലാതെ ഊതി ഉരുക്കിയെങ്കിൽ, നീ കിടന്ന തീയെ ചിലർ ഊതി 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 അതിനെ ചൂള പോലെ കത്തിച്ച് അതിനകത്തിട്ട് നിന്നെ അങ്ങ് ഉരുക്കിക്കളയാമെന്ന് കരുതിയെന്നുണ്ടെങ്കിൽ, ഈ തീക്കകത്തുകൂടെ ഈ വചനം പുറത്തു വന്നത് നിർമ്മലമായി ഇന്നും ജീവിച്ച് അനേകരെ ജീവിപ്പിക്കുന്ന പോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം അതുപോലെ ജീവിപ്പിക്കും. ചില ചൂളയ്ക്കകത്തുകൂടെയും ചില ഉമിക്കൂട്ടത്തിന്റെ ഇടയിലൂടെയും തീക്കകത്തുകൂടെയൊക്കെ കടന്നത് നല്ലതാകുഞ്ഞേ. അനേകരുടെ പൊള്ളലിന്റെ വേദന നിനക്കറിയാൻ പറ്റും, നീറ്റൽ നിനക്കറിയാൻ പറ്റും. എന്നിട്ടോ നിന്നെ ഈ വചനം നിർത്തിയതുപോലെ നിന്റെ വായിലൂടെ വരുന്ന ഈ വചനം കൊണ്ട് അനേകർ നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തി. ആമേൻ. അപ്പൊ ഒന്നാമത് പറയാ നിലനിൽക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. രണ്ടാമത് പറയുന്നു നിർമ്മലമായ വചനമാണ് ദൈവത്തിന്റെ വചനം. രണ്ടാമത് തിരുവെഴുത്ത് പറയുന്നു, ആമേൻ, അതിവേഗം ഓടുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. 147 സങ്കീർത്തനം 15 വാക്യം. 147 സങ്കീർത്തനം 147 സങ്കീർത്തനം അതിന്റെ 15 അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പറയാണ്, അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. സഞ്ചാര സ്വഭാവമുള്ള വചനമാണ് നമ്മുടെ കർത്താവിന്റെ വചനം. സഞ്ചാര സ്വഭാവമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത്, അത് വെറുതെ ഓടുന്നു എന്നല്ല. നമ്മൾ അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരാജ്ഞയോടുകൂടെ ഓടുന്ന വചനം. ഇത് താങ്കളോടുള്ളൊരു പ്രവചന ശബ്ദമായി ഈ ദൂത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാജ്ഞയോടുകൂടെ അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി എനിക്ക് അനുകൂലതകൾ സൃഷ്ടിക്കത്തക്ക നിലകളിൽ ഇന്ന് ദൈവത്തിങ്കൽ നിന്നൊരാജ്ഞ പുറപ്പെട്ട് വചനമിറങ്ങി പ്രവർത്തിക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരിക്കൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 7 അധ്യായം ഒന്ന് നിങ്ങൾ എടുത്ത്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7 അധ്യായം. ഓ മൈറ്റി ഫാദർ, അതിന്റെ 7 6-7 വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ.
അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നോക്കുക, ശതാധിപന്റെ വിശ്വാസം എത്ര വലുതായിരുന്നു എന്ന്. തോന്നലുകൾ, അതിന്റെ മുന്നിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, തോന്നി, എനിക്ക് തോന്നിയിട്ടില്ല. ആ ശതാധിപൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, എനിക്ക് തോന്നിയിട്ടില്ല. എന്താ തോന്നാത്തെ? അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നലുകൾ നിന്നെ ദൈവത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കും. തോന്നലുകൾ നിന്നെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് അകറ്റുകയും ചെയ്യും. ശതാധിപന്റെ തോന്നൽ, താൻ യോഗ്യനല്ല, അതുകൊണ്ട് കർത്താവ് എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ കർത്താവിൻ്റെ അടുത്തും പോകാൻ യോഗ്യതയുള്ളവനല്ല. പക്ഷേ മറ്റൊരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭരിച്ചു. എന്താണെന്നറിയാമോ? താൻ കർത്താവിന്റെ അടുത്ത് പോയില്ല എങ്കിലും, കർത്താവ് എൻ്റെ അടുത്ത് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിലും, തിരുവായിൽ നിന്ന് ഒരു വാക്കൊന്ന് മൊഴിഞ്ഞാൽ, ഒരു വചനം തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ, അത് കൽപ്പനയായും ആജ്ഞയായും അത് താക്കീതായും അത് സൗഖ്യമായും അത് വിടുതലായും തൻ്റെ പുരയ്ക്കകത്ത് കിടക്കുന്ന ബാല്യക്കാരന്റെ മേൽ ക്രിയ ചെയ്യുമെന്ന്. പ്രൈസ് ടു ജീസസ്. തോന്നലുകൾ പലരെയും ദൈവത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നു. തോന്നലുകൾ പലരെയും ദൈവത്തിന്റെ അടുത്ത് നിന്ന് പുറകിലേക്ക് വലിക്കുന്നു. ഈ വിശ്വാസ മാർഗത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടതയെന്ന് തോന്നുന്നു. ആ തോന്നൽ നിന്നെ അകറ്റും. നിന്നെടുത്ത് നിന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഉണ്ടാകില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഈ തോന്നൽ നിന്നെ അകറ്റും. പ്രാർത്ഥന കൂടിയപ്പോഴാണ് പോരാട്ടം കൂടുതലെന്ന് തോന്നുന്നു. തോന്നലുകൾ നിന്നെ അകറ്റും. പ്രൈസ് ടു ജീസസ്. എന്നാൽ ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണെന്ന് തോന്നുന്നു. ഈ തോന്നൽ, ഈ അറിവ്, ഈ അവബോധം നിന്നെ ക്രിസ്തുവിൽ അടുപ്പിക്കുന്നു, നിന്നെ ആ അടിസ്ഥാനത്തിൽ പണിതെടുക്കുന്നു. ഇവിടെ ശതാധിപൻ യേശുവിനെ തൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കുന്നില്ല. തെറ്റാണോ? അല്ല. ശതാധിപന് യേശുവിന്റെ അടുത്തേക്ക് പോകാൻ തോന്നുന്നുമില്ല. തെറ്റാണോ? അല്ല. കാരണം അതിനേക്കാൾ വലിയൊരു ഭരണം തൻ്റെ ഹൃദയത്തിൽ ഭരിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ ഭരണം. ആ ഭരണം പറയുന്നു, കർത്താവേ, ഞാൻ നിന്റെ അടുത്ത് വന്നില്ലെങ്കിലും, അങ്ങ് എൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും ഇവിടെ ഒരു കുറവുമില്ല. പക്ഷേ അങ്ങയുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്തേക്ക് വന്നില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം നഷ്ടമാണ്. ഈ ഒരു മീറ്റിംഗ് നഷ്ടമാണ്. ഈ ഒരു അങ്ങയുടെ വിസിറ്റിംഗ് നഷ്ടമാണ്. ഇത് ഗുണമില്ലാതെ പോകാതിരിക്കേണ്ടതിന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയുടെ അടുത്ത് വരുന്നതിനേക്കാളും അങ്ങന്റെ പുരയ്ക്കകത്ത് കയറുന്നതിനേക്കാളും ആ നിൽക്കുന്നിടത്തുനിന്ന് ഒരു വചനം പറഞ്ഞാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, പുരയ്ക്കകത്ത് ക്രിയ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുപക്ഷെ ഒരു പ്രാർത്ഥനാ വീരന് നിന്റെ വീട്ടിനകത്ത് കയറി വരാനുള്ള പെർമിഷൻ ഇന്ന് കാണത്തില്ല. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഭവനം സന്ദർശിക്കാനുള്ള പെർമിഷൻ ഇന്ന് കാണത്തില്ല. നിങ്ങളുടെ ഭവനാന്തരീക്ഷമോ നിങ്ങളുടെ ദേശമോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഒരുപക്ഷെ നീ എതിരായിട്ട് നിൽക്കുകയായിരിക്കാം. വീടിനകത്ത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകുന്ന താങ്കൾ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മനിയോഗത്തോടെ ഞാൻ താങ്കളോട് പറയുന്നു, ഈ ഒരു തോന്നൽ, ഈ ശതാധിപന്റെ ഹൃദയത്തിനകത്തുണ്ടായ ഒരു തോന്നൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ ഹൃദയത്തിൽ ഇന്നൊന്ന് അത് ഉയർത്തെഴുന്നേൽക്കാമെങ്കിൽ, ഈ ഒരു തോന്നലിന് നീ ഗർഭം ധരിക്കാമെങ്കിൽ, ഈ ചിന്തയ്ക്ക് നീ ഗർഭം ധരിക്കാമെങ്കിൽ, ഈ ഒരു ചിന്ത നീ ഇന്ന് ഗർഭം ധരിക്കാമെങ്കിൽ, അതിനാൽ തന്നെ നിന്റെ ജീവിതം വിടുവിക്കപ്പെടും. കാരണം ചലിക്കുന്ന വചനം, ദൈവത്തിന്റെ ചലിക്കുന്ന വചനം കടന്നു കയറാൻ പറ്റാത്ത ഇടത്തേക്ക്, എത്തി നോക്കാൻ പറ്റാത്ത ഇടത്തേക്ക്, കൈനീട്ടി തൊടാൻ പറ്റാത്ത ഇടത്തേക്ക്, കയറിച്ചെല്ലാൻ പറ്റാത്ത ഇടത്തേക്ക് എന്റെ ദൈവത്തിന്റെ ബന്ധനമില്ലാത്ത വചനം നിന്റെ വിശ്വാസം കാരണം, നിന്റെ ഒരു തോന്നൽ കാരണം ചലിച്ചുകൂടായികയില്ല. ഈ ശതാധിപൻ വിശ്വസിച്ചതുപോലെ ബന്ധനമില്ലാതെ വിശ്വസിക്കാൻ, ആമേൻ, ബന്ധനമില്ലാതെ വിശ്വസിക്കാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ. പ്രാർത്ഥിച്ചു പോകരുത് എന്ന് പറയാൻ ചിലർക്ക് കഴിയും. കൂട്ടായ്മയിൽ കൂടിപ്പോകരുത്, പോയിപ്പോകരുത് എന്ന് പറയാൻ ചിലർക്ക് കഴിയും. ഹല്ലേലൂയ. മേലിൽ പള്ളി പട്ടക്കാരൻ എന്ന് പറഞ്ഞു പോകരുത് എന്ന് പറയാൻ പലർക്കും കഴിയും.
നിനക്ക് തോന്നരുത് എന്ന് പറയാൻ കഴിയത്തില്ലല്ലോ, വിശ്വസിക്കരുത് എന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. അത് നിന്നിൽ മാത്രം ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഒരനുഭവമായിരിക്കുകയാൽ, ഹേയ്, ഭാരത്തെ ഗർഭം ധരിച്ചിരിക്കുന്നെങ്കിൽ, നിരാശയെ ഗർഭം ധരിച്ചിരിക്കുന്നു എങ്കിൽ, അസമാധാനത്തെയും ഭയത്തെയും ഗർഭം ധരിച്ചിരിക്കുന്നുവെങ്കിൽ, ശാസിക്ക്. യേശുവിന്റെ നാമത്തിൽ ഈ ശതാധിപൻ ഉണ്ടായതുപോലൊരു വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഇന്ന് കടന്ന് കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ തോന്നൽ ആ ബാല്യക്കാരനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ അതിവേഗം ചലിക്കുന്ന കൽപ്പന, അതിവേഗം ചലിക്കുന്ന വചനം, അതിവേഗം ചലിക്കുന്ന വചനം. ആ വചനം ചലിക്കാൻ പോവാട്ടോ നിന്റെ ജീവിതത്തിൽ. ആ വചനം ഇന്ന് ചലിക്കാൻ പോവാ അതിവേഗം. വചനത്തിന് മുന്നേ, അത് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. വെറുതെ ഇറങ്ങി പുറപ്പെടുവല്ല, ഉയരത്തിലെ ആജ്ഞയോടുകൂടെ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് നമ്മൾ വായിച്ചു. ഈ ആജ്ഞ നിന്റെ അന്തരീക്ഷം മാറ്റുന്ന ആജ്ഞയാണ് സുഹൃത്തെ. ഈ ആജ്ഞ നിന്റെ ജീവിതത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ആജ്ഞയാണ് സുഹൃത്തെ. ഈ ആജ്ഞ നിന്റെ ക്ഷേമത്തിനുള്ള ആജ്ഞയാണ് സുഹൃത്തെ. ഈ ആജ്ഞ രൂപാന്തരപ്പെടുത്തുന്ന ആജ്ഞയാണ് സുഹൃത്തെ. ഈ ആജ്ഞ ചിലത് നിന്റെ ജീവിതം വിട്ട് പോകാനുള്ളൊരു ആജ്ഞയാണ്. ഈ ആജ്ഞ നിന്റെ ജീവിതത്തോട് ചേരേണ്ടത് വന്നു ചേരാനുള്ള ആജ്ഞയാണ്. അതിവേഗം ചലിക്കുന്ന വചനം, അതിവേഗം ചലിക്കുന്ന വചനം. ഓ റീമാന ശബ്ദാലാബാഖയാബ. വചനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞു, അതിവേഗം ഓടുന്ന വചനം. 119 സങ്കീർത്തനം 50 വാക്യം നോക്കാം. 119 സങ്കീർത്തനം 50 വാക്യം. ഹല്ലേലൂയ. 119:50. നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് എന്താകുന്നു? ആശ്വാസമാകുന്നു. എടോ, ജീവിച്ചിരുന്നാലല്ലേ ആശ്വാസം എന്ന വാക്കിന് അർത്ഥമുള്ളൂ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് പറയുന്നു എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. അർത്ഥം, ഈ സങ്കീർത്തനം എഴുതിയ വ്യക്തിക്ക് കഷ്ടത നിമിത്തം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചതിന് സമമാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടൊരു മനുഷ്യനായിരിക്കാം, പ്രത്യാശയില്ലാത്തൊരു മനുഷ്യനായിരിക്കാം. പക്ഷേ ആകെ മൊത്തം കഷ്ടകാലത്തിന്റെ സമയത്ത് ആരും എത്തി നോക്കാത്ത സന്ദർഭങ്ങളിൽ ഒരു വാക്കുകൊണ്ടുപോലും ആശ്വസിപ്പിക്കാനോ ബലപ്പെടുത്താനോ കൈത്താങ്ങാനോ ഇല്ലാത്ത ഘട്ടങ്ങളിൽ ഈ മനുഷ്യനെ തേടിയെത്തിയ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. എൻ്റെ കഷ്ടതയിൽ എന്നെ ജീവിപ്പിച്ച വചനം എനിക്ക് ഒരാശ്വാസമായിരുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഇന്ന് എന്താ പറയുക, വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു വചനമായിരിക്കും. കാരണം കഷ്ടത ജീവിതത്തിൽ ഏറി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അന്യം നിൽക്കുന്ന ഒരു സാധനമുണ്ട്. എന്നാണെന്നറിയാമോ? പ്രതീക്ഷയും പ്രത്യാശയും. നമ്മൾ എത്ര പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വചനം കേട്ടാലും ഈ കഷ്ടകാല സമയത്ത് ഒരുപക്ഷെ ഈ സാധനം നമ്മുടെ മേൽ വർക്കൗട്ടായി എന്ന് വരത്തില്ല. പക്ഷേ ഇത് വർക്കൗട്ടായ ഒരു മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്, വചനം എനിക്ക് ആശ്വാസമായി. ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടകാലത്തിന്റെ സമയത്ത് വചനം ആശ്വാസമായതുപോലായിരുന്നു ആ വ്യക്തി എനിക്കൊരാശ്വാസമായത്? എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ അങ്ങനെ ഒരു വ്യക്തിയും വ്യക്തിത്വവും ഇല്ല. കാരണം പല വ്യക്തികളും വരാമായിരുന്ന, കാണാമായിരുന്ന, നോക്കാമായിരുന്ന, സഹായിക്കാമായിരുന്ന, പ്രാർത്ഥിക്കാമായിരുന്ന വ്യക്തികൾ പോലും കഷ്ടകാല സമയത്ത് മാറി നിന്നപ്പോ എൻ്റെ അടുത്തുനിന്ന് മാറാതെ നിന്ന ഒരു സ്നേഹവും എൻ്റെ അടുത്തുനിന്ന് മാറാതെ നിന്ന ദൈവത്തിന്റെ വചനത്തെയും ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഒരു സുഖമുള്ള കാലത്ത് മാത്രം പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ചേർന്ന് വരുന്നൊരു ബന്ധം അല്ല നമ്മുടെ ദൈവത്തിന്റെ ബന്ധം. ആമേൻ, ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും പ്രശസ്തിയിലിരിക്കുന്ന കാലത്തും അറിയപ്പെടുന്ന കാലത്ത് മാത്രം
അച്ഛാ സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു ബന്ധമല്ല നമ്മുടെ ദൈവത്തിന്റെ ബന്ധം. ഹല്ലേലൂയ. എന്നും സ്റ്റാറ്റസ് കണ്ടിട്ട് 10 ദിവസം സ്റ്റാറ്റസ് കാണാതിരിക്കുമ്പോൾ ആരും അന്വേഷിക്കത്തില്ലായിരിക്കും. എന്നും സ്റ്റാറ്റസ് ഉള്ള കാലത്ത് മാത്രം ആമേനും പ്രൈസലോടും ഹൗവാറിയും ചോദിക്കുന്ന ബന്ധം അല്ല നമ്മുടെ ദൈവത്തിന്റെ ബന്ധം. 10 ദിവസം പോട്ടെ, ഒരു ദിവസം നിന്നെ പ്രാർത്ഥനാ മുറി കണ്ടില്ലെങ്കിൽ നിന്നെ തേടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഉള്ളം പിടയ്ക്കത്തില്ലേ? പ്രാർത്ഥിച്ചില്ലല്ലോ. നിന്റെ ഉള്ളം തന്നെ ചോദിക്കത്തില്ലേ? പ്രാർത്ഥിക്കണ്ടേ? നിന്റെ ഉള്ളം കരയത്തില്ലേ? പ്രാർത്ഥിക്കേണ്ടതല്ലേ? പക്ഷെ നിന്നെ കട്ടിലേ പിടിച്ച് കിടത്തുമ്പോഴും മനസ്സ് മടിപ്പിക്കുമ്പോഴും നിന്റെ ഉള്ളം മെല്ലെ മെല്ലെ എഴുന്നേക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ കഷ്ടകാലത്ത് ചേർന്ന് നിൽക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ അന്തരാത്മാവ് അറിഞ്ഞുപോയതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തിനാ എന്ന് ചിന്തിച്ച് തീരുമാനിക്കുമ്പോഴും പ്രാർത്ഥിക്കണ്ടേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരാളിരുന്ന് ചോദിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? കഷ്ടകാല സമയങ്ങളിൽ പലപ്പോഴും നിന്നെ ജീവിപ്പിച്ചത് ഈ വചനമാണെന്ന് നമുക്കറിയത്തില്ലെങ്കിലും നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന് അറിയാന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കേണ്ടതല്ലേ? വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ലേ? കൂടെ ചേർന്നിരിക്കണ്ടേ? ചേർന്നിരിക്കാൻ കടംപെട്ടവരല്ലേ? നിന്നെ ജീവിപ്പിച്ചത് ഈ വചനമല്ലേ? നിന്നെ ജീവിപ്പിച്ചതൊരു പാസ്റ്റർ അല്ല, നിന്നെ ജീവിപ്പിച്ചതൊരു സഭയല്ല, നിന്നെ ജീവിപ്പിച്ചത് ആ പാസ്റ്ററിലൂടെയും ആ സഭയിലൂടെയും ഈ വചനമല്ലേ? അപ്പൊ പിന്നെ ഈ മാനം ദൈവത്തിന് കൊടുക്കേണ്ടതല്ലേ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വചനം ജീവിപ്പിക്കുന്ന വചനം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ജീവിപ്പിക്കുന്ന വചനം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 18-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. ആശ്വസിപ്പിക്കുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം. എന്താണ് പൗലോസ് പറഞ്ഞ ആ വചനം? കർത്താവ് താൻ ഗംഭീരനാദത്തോടും 16-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. പൗലോസ് അതിശക്തിയോടെ ഈ വാക്യം എഴുതുന്ന സമയത്ത് ഒരു വാക്യം അതിനിടയ്ക്ക് കയറ്റുന്നുണ്ട്, ഒരു വാക്ക് കയറ്റുന്നുണ്ട്. എന്താണെന്നറിയാമോ? ജീവിച്ചിരിക്കുന്നവരായ നാം. ക്രിസ്തീയ ജീവിതത്തിലെ മൂക്കിക്കൂടെ ശ്വാസം പോകുന്നു, കണ്ണുമിഴിച്ചു നോക്കുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നർത്ഥമില്ല. എത്രയോ മൂക്കിൽ ശ്വാസമുള്ളതും കണ്ണിന് കാഴ്ചയുള്ളവർ മരിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചു ജീവിക്കുന്നു, ആത്മീയരിൽ തന്നെ മരിച്ചിരിക്കുന്നു. അവർ സഭയിൽ പോകുന്നുണ്ട്, അവർ ഭവന പ്രാർത്ഥനകൾ വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവിൽ മരിച്ച എത്രയോ പേരുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവിച്ചിരിക്കുകയും മറ്റുള്ളവരെ ജീവിപ്പിക്കുകയും ആകണമെന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. സുഹൃത്തെ, ആർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് താങ്കളെ ആശ്വസിപ്പിക്കാൻ കഴിയും. ഈ വചനം താങ്കളോട് പറയുന്നു, നാം കർത്താവിനോടുകൂടെ ഇരിക്കേണ്ടവരാണ്. എവിടെയാ? ഇവിടുന്ന് പോയി അവിടെ കയറി ഇരിക്കുന്ന കാര്യം മാത്രമല്ല, ഈ ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. കർത്താവിനോടുകൂടെ ഇരിക്കേണ്ടവരാണ്. അങ്ങനെയല്ലേ പറയുന്നേ? പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. വേണ്ടേ? അങ്ങനൊരു ജീവിതം നീ മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം, അല്ലെങ്കിൽ മരിച്ചു സ്വർഗത്തിൽ പോയതിന് ശേഷം മതിയോ?
ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണമോ? ഞാൻ പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അത് ആ വചനത്തിൻ്റെ പ്രത്യേകത എൻ്റെ ദൈവത്തിൻ്റെതാണ്. ഈ പ്രത്യേകതയുള്ള വചനം, ഈ പ്രത്യേകതയുള്ള, ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതയുള്ള ജീവിതത്തിലേക്ക് പ്രത്യേകമായി എന്നെ തയ്യാറാക്കി എന്നെ അപ്രകാരം പ്രത്യേകതയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് പ്രത്യേകതയുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ഇതുപോലെ പ്രത്യേകതയുള്ള നിലവാരത്തിലാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളൊരു പക്ഷെ ഒരു ശുശ്രൂഷകയായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പ്രത്യേകതയുള്ള അനുഭവത്തിലേക്ക് താങ്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ മാറ്റാൻ പോവുകയാണ്. ഇന്നു മുതൽ ആ പ്രത്യേകതയുള്ളൊരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇൻ ജീസസ് നെയിം, ഈ പ്രത്യേകതയുള്ള കരം താങ്കളെ തൊടുവാൻ പോവുകയാണ്. ഈ വചനം പ്രത്യേകത ഉള്ളതുപോലെ തന്നെ നിന്റെ ജീവിതവും പ്രത്യേകതയുള്ളതായി മാറുന്നു. നിന്റെ അന്യഭാഷയ്ക്ക് പ്രത്യേകത വരും, നിന്റെ ജീവിതത്തിന് പ്രത്യേകത വരും, നിന്റെ കുടുംബത്തിന് പ്രത്യേകത വരും, നിന്റെ ചിന്തകൾക്ക് പ്രത്യേകതകൾ വരും, ശീലങ്ങൾക്ക് പ്രത്യേകത വരും. എല്ലാം പ്രത്യേകതകളുള്ളതാക്കി മാറ്റുന്നു. ഓ ജീസസ്, പ്രത്യേകതകളുള്ളതാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിക്കായി കർത്താവ് എന്നോട് പറയുന്നു, ഭയങ്കര സന്തോഷത്തിന്റെ ഒരു അനുഭവം ഇന്ന് മുതൽ ഉണ്ടാകാൻ പോവാണ്. ഭയങ്കര സന്തോഷത്തിന്റെ ഒരു അനുഭവം. നീ കരഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണോ സുഹൃത്തെ ഈ വചനം കേൾക്കുന്നത്? കർത്താവ് പറയുക, ഒരു സന്തോഷത്തിന്റെ അനുഭവം. അങ്ങനെ ഒരു ആത്മീയ അനുഭവവും ഒരു ആത്മീയ ശക്തിയും ഇതിനകത്തുകൂടെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവന്റെ മേലേക്ക് ദൈവശക്തിയുടെ ഒരു വ്യാപാരം തന്നെ ഉണ്ടാകുകയാണ്. പ്രാർത്ഥിച്ചേ, ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം, പ്രത്യേകതയുള്ള ഒരു സ്പർശനം പലരുടെയും മേലുണ്ടാകട്ടെ. ഉണ്ടാകുന്നു. കർത്താവ് തൊടുന്നല്ലോ, തൊടുന്നല്ലോ. നിന്റെ വീട് കയറി വരാൻ ആരും ഉണ്ടായിരുന്നില്ല, നിന്നെ തേടി വരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വചനം നിന്റെ വീട്ടിനകത്ത് കയറിയത് മുതലാ നീ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായി മാറിയത്. Holy Spirit, the God is touching you. 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 Now. Receive. എന്നെ കാണുന്ന ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് തൊട്ടോണ്ടിരിക്കുകയാണ്. ആമേൻ. നിന്റെ വചനങ്ങൾ എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായി മാറി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ആശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയം, പ്രത്യാശ പോലും അണഞ്ഞിരിക്കുന്ന ഈ സമയം, നിന്റെ അരികിലേക്ക് നിനക്ക് വേണ്ടി ഒരു പ്രത്യേകതയുള്ളതായി ജീവിക്കുന്ന ജീവനുള്ള നിലത്ത് തീയിൽ ഉരുക്കി 7 വട്ടം ശുദ്ധീകരിച്ച പൊന്നുപോലെ വെള്ളി പോലെ ഈ വചനം നിന്റെ വീട്ടിലേക്ക് ഇന്ന് കയറുകയാണ്. ആ നിലത്ത് ഒരു വ്യത്യാസം ഉണ്ടാകുന്നു, ആ പട്ടണത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നു, നിന്റെ ഭൂമിക്ക് മണ്ണിന് വ്യത്യാസം ഉണ്ടാകുന്നു. പ്രത്യേകതകൾ വരുത്തുന്ന ദൈവത്തിന്റെ വചനം നിന്റെ വീട്ടിലേക്ക് അതിവേഗം ആജ്ഞയോടെ ഓടിക്കയറുകയാണ്. സ്വീകരിക്കുക. പ്രത്യേകതയുള്ള ദൈവത്തിന്റെ വചനം, പ്രത്യേകതയുള്ള Holy Spirit, in the name of Jesus. Oh, the power of God. Repose.
repose, repose, labraya kata, rataya kaba, leptorosis, relis, reveri of spirit. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഭയങ്കര ശുദ്ധീകരണം നടക്കുന്നു. അത് നിങ്ങളുടെ ഭവനമാണോ, നിങ്ങളുടെ മനസ്സാണോ, നിങ്ങളുടെ ചിന്തയാണോ, നിങ്ങളുടെ വീടാണോ, നിങ്ങളുടെ ഭാവിയാണോ, യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരണം, ശുദ്ധീകരണം. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രിയ ദൈവമേ, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. പൊന്നു കർത്താവേ, ഇവരെ അവിടുന്ന് തൊട്ടതിനായി സ്തോത്രം, ഇവരെ അവിടുന്ന് കഴുകിയതിനായി നന്ദി, ഇവരെ അവിടുന്ന് പണിതതിനായി സ്തോത്രം. പ്രത്യേകതകളുള്ള എൻ്റെ ദൈവത്തിൻ്റെ വചനം ഈ ജനത്തിൻ്റെ ജീവിതത്തെ പുതിയ അനുഭവത്തിലാക്കി തീർത്തുവല്ലോ, പ്രത്യേകതകളുള്ളതാക്കി തീർത്തുവല്ലോ. അങ്ങയുടെ വചനത്താൽ, കേട്ട വചനത്താൽ ഇവർ ആശ്വാസവും അനുഗ്രഹവും കൈക്കൊണ്ടതിനായി സ്തോത്രം. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. അങ്ങിവരെ തൊട്ടതിനായി, ഇവരെ രൂപാന്തരപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്. അതന്നെ യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? പ്രൈസ് ഗോഡ്. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ദൈവപ്രവർത്തികൾ നടന്നിട്ടുണ്ട്. പലരെയും കർത്താവ് വചനത്താൽ തൊട്ടിട്ടുണ്ട്. എനിക്കത് ഉറപ്പായ കാര്യമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടക്കുന്ന മീറ്റിംഗ് ആണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നും ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തോളൂ. മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്തോളൂ. അനേകർ ദൈവവചന ശക്തിയിൽ നിറയട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങളെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ അറിയിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കും, ബലപ്പെടുത്തും, മാനിക്കും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗ്ഗം ഉത്തരം നൽകും. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ.